Hi students, welcome to Beauty of Max. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബൈനറി ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ എപ്പോഴാണ് നമുക്ക് ബൈനറി എന്ന് പറയാൻ സാധിക്കുക. ആ ഒരു ടേം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അതായത് ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു സെറ്റുണ്ട്, ഞാൻ എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഒരു ഓപ്പറേഷൻ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്, സ്റ്റാർ എന്നുള്ളതാണ് ഓപ്പറേഷൻ. സ്റ്റാർ എന്നുള്ളത് ജസ്റ്റ് ഒരു നൊട്ടേഷൻ മാത്രമാണ്, ഒരു ഓപ്പറേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു സിമ്പൽ. അത് അഡീഷനാകാം, മൾട്ടിപ്ലിക്കേഷനാകാം, സബ്ട്രാക്ഷനാകാം, ഡിവിഷനാകാം, എന്തോ ആയിക്കോട്ടെ. അത്തരത്തിലൊരു ഓപ്പറേഷനുണ്ട്, ഒരു സെറ്റുണ്ട്. ഈ ഓപ്പറേഷന് ഈ എസ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ബൈനറി ഓപ്പറേഷൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതായത് ഈ എസ് എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് ഈ പറയപ്പെട്ട ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഈ എസ്സിലെ അതേ മെമ്പർ തന്നെ ആയിരിക്കണം, എസ്സിലെ മെമ്പർ തന്നെ ആയിരിക്കണം, എസ്സിലെ എലമെൻറ്റ് തന്നെ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഓപ്പറേഷൻ നമുക്ക് ബൈനറി ഓപ്പറേഷൻ എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സ്റ്റാറിന് പകരം നമ്മുടെ കയ്യിൽ എസ് എന്ന് പറഞ്ഞൊരു സെറ്റുണ്ട്, ഓപ്പറേഷൻ പ്ലസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അന്നേരം ഈ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഈ എസ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആകണമെന്നുണ്ടെങ്കിൽ ഈ എസ്സിൽ നിന്നും ഏത് രണ്ട് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ് ഞാൻ എടുക്കുന്നു. ഓക്കെ, ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് ഈ പറയപ്പെട്ട ഓപ്പറേഷൻ പ്ലസ്, ഓക്കെ, അത് ഈ രണ്ട് എലമെൻ്റ് എടുത്താൽ അവ തമ്മിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, എസ്സിലെ ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു സിംഗിൾ എലമെൻ്റ് ആയിരിക്കുമല്ലോ കിട്ടുന്നത്. സപ്പോസ് ഞാനിപ്പോൾ അതിനെ സി എന്ന് വിളിച്ചു. ഓക്കെ, ഈ കിട്ടുന്ന ഔട്ട്പുട്ട് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കണം? ഈ എസ്സിലെ എലമെൻറ്റ് തന്നെ ആയിരിക്കണം. അങ്ങനെ എസ്സിലെ എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് പേരെടുത്ത് കഴിഞ്ഞാലും ഇത് സംഭവിക്കണം. ഏതെങ്കിലും രണ്ടെണ്ണം എടുത്തിട്ട് കാര്യമില്ല. ആ സെറ്റിലെ ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന ഔട്ട്പുട്ട് ഈ എസ്സിൽ തന്നെ ഉള്ളതായിരിക്കണം. ഓക്കെ, അങ്ങനെ എസ്സിൽ തന്നെ ഉള്ളതാണ് എങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ ഏതാണോ ആ ഓപ്പറേഷൻ ഈ സെറ്റിൻ്റെ ബൈനറി ഓപ്പറേഷനാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഏതെങ്കിലും ഒരു പെയറിനെങ്കിലും ഇത്തരത്തിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയാൻ സാധിക്കുകയില്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ, അന്നേരം ഇവിടെ ഇനി ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് എസ് ഈസ് എ ഫംഗ്ഷൻ മാപ്പിംഗ് എസ് ക്രോസ് എസ് ഇൻറ്റു എസ്. അതായത് ഈ എസ് ക്രോസ് എസ് ഇൻറ്റു എസ് എന്നുള്ളതാണ് ബൈനറി ഓപ്പറേഷൻ്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതെന്താണ് എസ് ക്രോസ് എസ് ഇൻറ്റു എസ് എന്ന് പറയാൻ കാര്യം? കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു എസ് എന്ന് പറയുന്നൊരു സെറ്റ്, ആ സെറ്റിൽ നമ്മൾ രണ്ട് എലമെൻ്റാണ് എടുക്കുന്നത്. ഓക്കെ, എസ് ക്രോസ് എസ്സിൽ നിന്നും എസ്സിലോട്ടുള്ള മാപ്പിംഗ് ആണ് ബൈനറി ഓപ്പറേഷൻ. അതായത് ഒരു ഓപ്പറേഷൻ ബൈനറി ആകണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു സെറ്റിൽ നിന്നും രണ്ട് എലമെൻറ്റ് നമ്മൾ എടുക്കണം. ഓക്കെ, കാര്യം രണ്ട് എലമെൻ്റ് ഉണ്ടെങ്കിൽ ഏത് ഒരു സെറ്റിലായാലും നമുക്കൊരു അല്ലെങ്കിൽ ഏതൊരു ഓപ്പറേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിലും രണ്ട് എലമെൻറ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. രണ്ട് എലമെൻറ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പറ്റൂ, രണ്ട് എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, രണ്ട് എലമെൻറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്തരത്തിലൊരു ഓപ്പറേഷൻ, അത് എന്ത് ഓപ്പറേഷനും ആയിക്കോട്ടെ, രണ്ട് എലമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അന്നേരം അതുകൊണ്ടാണ് എസ്സിൽ നിന്നും ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന ഒരു സിംഗിൾ എലമെൻ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ എസ്സിൽ തന്നെ എലമെൻ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഓപ്പറേഷൻ ബൈനറി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അതായത് ഏത് രണ്ട് എലമെൻ്റ് എടുത്താലും, എ ബി എന്ന് പറഞ്ഞൊരു പെയർ എടുത്തു. ഓക്കെ, ഇതൊരു പെയറാണ് എ ബി. ഓക്കെ, എസ്സിലെ രണ്ട് എലമെൻ്റാണ്. ഓക്കെ, അതുകൊണ്ടാണ് എസ് ക്രോസ് എസ്സിൽ നിന്നും എസ്സിലോട്ട് മാപ്പ് ചെയ്യുന്നത്. എ ബി എന്ന് പറയുന്നത് ഒരു സിംഗിൾ എലമെൻറ്റിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, എ ബി എന്ന് പറയുന്ന എലമെൻ്റ് പ്രത്യേകത എന്താണ്? അത് എവിടുത്തെ മെമ്പറാണ്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ മെമ്പറാണ്. ശരിയല്ലേ? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നിങ്ങൾ സെറ്റ് തിയറിയിൽ പഠിക്കുന്നുണ്ട്. എ ക്രോസ് ബി എന്നുള്ള ഫോമിലുള്ള സെറ്റ്. ഓക്കെ, അതിൽ എലമെൻറ്റ്സിൻ്റെ ഫോം എന്താണ്? ഓർഡേർഡ് പെയർസാണ്. ഓക്കെ, ഇവിടെയും അത്തരത്തിലാണ് ഒരു ഓർഡേർഡ് പെയർ ഫോമിൽ കിടക്കുന്ന എ ബി എന്ന് പറയുന്ന ഒരു പെയർ. ഓക്കെ, അതുകൊണ്ടാണ് എസ് ക്രോസ് എസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങോട്ടായിരിക്കണം? ഈ രണ്ട് എലമെൻറ്റ് എ ബി എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ എസ് ക്രോസ് എസ്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ അതിനകത്ത് അപ്ലൈ ചെയ്യുന്നു, സ്റ്റാർ ഓഫ് എ ബി. ഓക്കെ, അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് അതിന് നമ്മൾ എ സ്റ്റാർ ബി എന്ന് വിളിക്കുന്നു. എ സ്റ്റാർ ബി. ഓക്കെ, ഈ എ സ്റ്റാർ ബി എന്ന് പറയുന്ന സിംഗിൾ എലമെൻറ്റ് എവിടുത്തെ മെമ്പറായിരിക്കണം? എസ്സിലെ മെമ്പറായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ സ്റ്റാർ എന്ന് പറയുന്നത് എസ്സിൻ്റെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ ഫോർമൽ ഡെഫിനേഷൻ പറയുന്നത്.
ഓക്കെ, സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ എസിൻ്റെതാകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്ന ഒരു എസിൻ്റെ ബൈനറി ഓപ്പറേഷൻ ഒരു ഫംഗ്ഷനാണ്. എവിടെ നിന്ന് എങ്ങോട്ടാണ് അത് മാപ്പ് ചെയ്യുന്നത്? എസ് ക്രോസ് എസിൽ നിന്ന് എസിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അതായത് എസ് ക്രോസ് എസിലെ ഏതൊരു പെയർ എടുത്തു കഴിഞ്ഞാലും എസ് ക്രോസ് എസിലെ എലമെൻറ്റ് ഫോം എ ബി എന്നുള്ളതാണ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റാണ്. ഓക്കെ, വി വിൽ ഡിനോട്ട് ദി എലമെൻറ്റ്, ആ എലമെൻറ്റ് സ്റ്റാർ ഓഫ് എ ബി, അതായത് ഓപ്പറേഷൻ സ്റ്റാർ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എ സ്റ്റാർ ബി. ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്, സ്റ്റാർ വിട്ടുപോയി. ഓക്കെ, എ സ്റ്റാർ ബി. ഓക്കെ, എ സ്റ്റാർ ബി എന്ന് പറയുന്ന എലമെൻറ്റ് എവിടുത്തെ ആയിരിക്കും? എസിലെ മെമ്പർ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഡെഫിനിഷൻ പറയുന്നത്. അന്നേരം ഡെഫിനിഷൻ വായിച്ച് കൂടുതൽ കൺഫ്യൂഷൻ ആകേണ്ട. ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഗതി. ഒരു എസ് എന്ന് പറയുന്നൊരു സെറ്റുണ്ട്, സ്റ്റാർ എന്ന് പറയുന്നൊരു ഓപ്പറേഷനുണ്ട്. ആ ഓപ്പറേഷൻ എസ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഏത് രണ്ട് എലമെൻറ്റ് എസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും, ഏത് രണ്ട് എലമെൻറ്റ് എസിൽ നിന്ന് എടുത്ത് ഈ പറയപ്പെട്ട ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇതേ സെറ്റിലെ മെമ്പർ തന്നെയാണ് എങ്കിൽ ആ ഓപ്പറേഷനെ നമുക്ക് ഈ സെറ്റിൻ്റെ ബൈനറി ഓപ്പറേഷൻ എന്ന് വിളിക്കാം. ഇത്രയേ ഉള്ളൂ സംഗതി. ക്ലിയർ ആണല്ലോ? ഇനി ഒരു നോട്ട് നോക്കിയോ. എ ബൈനറി ഓപ്പറേഷൻ ഈസ് ഓൾസോ കോൾഡ് ബൈനറി കോമ്പോസിഷൻ. ബൈനറി ഓപ്പറേഷൻ നമുക്ക് ബൈനറി കോമ്പോസിഷൻ എന്ന് വിളിക്കാം. സെക്കൻഡ് വൺ, ഇഫ് സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ സെറ്റ് എസ്, വി സേ ദാറ്റ് എസ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ദി ഓപ്പറേഷൻ സ്റ്റാർ. എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മളതിലുണ്ട്, സ്റ്റാർ എന്ന് പറയുന്നത് ആ എസ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആയാൽ, ഓക്കെ, ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ നമുക്ക് ആ സെറ്റ് എസ് എന്ന് പറയുന്ന സെറ്റ് ക്ലോസ്ഡ് ആണ് എന്ന് പറയാം. അണ്ടർ ദി ഓപ്പറേഷൻ, ഏതാണോ ഓപ്പറേഷൻ ആ ഓപ്പറേഷനിൽ. ഓക്കെ, ഇപ്പോൾ എസ് എന്ന് പറയുന്നൊരു സെറ്റ്, അതിൻ്റെ ഓപ്പറേഷൻ പ്ലസ് ആണെന്ന് വിചാരിക്കുക. ആ ഓപ്പറേഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് കൂടി വിചാരിക്കുക എസിൻ്റെ. അങ്ങനെയെങ്കിൽ ഈ എസ് എന്ന് പറയുന്ന സെറ്റിനെ നമുക്ക് ക്ലോസ്ഡ് ആണെന്ന് വിളിക്കാം. ഓക്കെ, എസ് ഈസ് ക്ലോസ്ഡ്. എന്നാൽ എസ് ക്ലോസ്ഡ് ആണ് അണ്ടർ ദി ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എസ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ബൈനറി ഓപ്പറേഷനാണ് ആ ഓപ്പറേഷൻ എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, അന്നേരം എസ് എന്ന് പറയുന്ന ഒരു സെറ്റിന് സ്റ്റാർ ഒരു ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ ആ എസിന് നമുക്ക് ക്ലോസ്ഡ് എന്ന് വിളിക്കാവുന്നതാണ്. ഇനി നേരെ തിരിച്ച്, if a non-empty set S is closed under the binary operation star, then A star B belongs to S for every A, B belongs to S. ഒരു നോൺ എംപ്റ്റി സെറ്റാണ് എസ് എന്ന് പറയുന്നത്. അത് സ്റ്റാർ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷനിൽ എസ് ക്ലോസ്ഡ് ആണെങ്കിൽ, ഓക്കെ, അന്നേരം എസ് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് എസ്സിൽ നിന്നും ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് ഈ പറയുന്ന ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും അത് എവിടുത്തെ മെമ്പർ തന്നെയായിരിക്കും? എസ്സിലെ മെമ്പർ തന്നെയായിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്. എ സ്റ്റാർ ബി എന്ന് പറയുന്നത് മസ്റ്റായിട്ട് ബി എസ്സിലെ മെമ്പർ ആയിരിക്കും. ഫോർ എവരി എ കോമ ബി ബിലോങ്സ് ടു എസ്. ഈ ഒരു എക്സ്പ്രഷൻ എ സ്റ്റാർ ബി ബിലോങ്സ് ടു എസ് ഫോർ എവരി എ കോമ ബി ബിലോങ്സ് ടു എസ് എന്നുള്ള ഈ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അതായത് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കും. ഇനി നമുക്ക് ബൈനറി ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. എക്സാമ്പിളൂടെ പറയുമ്പോഴത്തേക്ക് ബൈനറി ഓപ്പറേഷൻ എന്നുള്ള കാര്യം കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഓക്കെ, ഏതൊക്കെ സെറ്റിലാണ് ഏതൊക്കെയാണ് ബൈനറി ഓപ്പറേഷൻ എന്നുള്ളത്. ഫസ്റ്റ് ഞാൻ എൻ എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്നു. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അഡിഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ ഒരു ബൈനറി ഓപ്പറേഷനാണ്. ഓക്കെ, മസ്റ്റായിട്ടും ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വളരെ അത്യാവശ്യമാണ്, നിർബന്ധമാണ്. കാര്യം ഇനിയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊക്കെ നമ്മൾ ഈ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന കാര്യം ഡിഫൈൻ ചെയ്യേണ്ടി വരും. അതറിഞ്ഞാൽ മാത്രമേ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അന്നേരം ഏതൊക്കെ സെറ്റിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് ബൈനറി ആണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ, അന്നേരം എൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സാണ്. അഡീഷൻ എന്ന് പറയുന്നത് ഈ നാച്ചുറൽ നമ്പറിൻ്റെ ബൈനറി ഓപ്പറേഷനാണ്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന കളക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നാച്ചുറൽ നമ്പർ എൻ എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന ഈ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്. ഓക്കെ, അന്നേരം ഒരു ഓപ്പറേഷൻ ഇവിടെ ആഡിഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആഡിഷൻ എന്ന് പറയുന്നത് ഈ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന സെറ്റിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആകണമെന്നുണ്ടെങ്കിൽ ഈ 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന പോസിറ്റീവ് നമ്പേഴ്സ് ആയിട്ടുള്ള കളക്ഷൻ, ഈ കളക്ഷനിൽ നിന്ന് ഏത് രണ്ട് എലമെൻറ്റ് നിങ്ങൾ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന ഔട്ട്പുട്ട്, കിട്ടുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഈ സെറ്റിലെ മെമ്പർ തന്നെയാണോ എന്ന് ചിന്തിച്ചാൽ മതി. ഈ സെറ്റിലെ മെമ്പർ തന്നെ കിട്ടത്തുള്ളൂ എങ്കിൽ ആ ഓപ്പറേഷൻ ബൈനറിയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല. പോസിറ്റീവ് നമ്പേഴ്സാണ് ഈ കിടക്കുന്നത്. ഇതിനകത്തുള്ള ഏത് രണ്ട് പോസിറ്റീവ് നമ്പർ എടുത്ത് ആഡ് ചെയ്താലും കിട്ടുന്നത് ഇതിനകത്തുള്ളൊരു പോസിറ്റീവ് നമ്പർ തന്നെയായിരിക്കും. കോമൺ ലോജിക്. സോ പ്ലസ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ ഒരു ബൈനറി ഓപ്പറേഷനാണ്. ഓക്കെ ആണല്ലോ? അതാണ് എഴുതിയിരിക്കുന്നത്. എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്നിൽ ബിലോങ് ചെയ്യും, എന്നിലെ മെമ്പറാണ്. ഫോർ എവരി എ കോമ ബി ബിലോങ്സ് ടു. എന്നിൽ നിന്ന് ഏത് രണ്ട് എലമെൻ്റ് എടുത്താലും അവയുടെ അഡിഷൻ എന്നിൽ തന്നെ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് എൻ എന്ന് പറയുന്ന സെറ്റ് ഈ പറയപ്പെട്ട ഓപ്പറേഷനിൽ ക്ലോസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞു അത്. ഓക്കെ, ക്ലോസ്ഡ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണെന്നുള്ളത്. ഓക്കെ,
ഇനി അടുത്തത് ഇതേ സെറ്റിൽ തന്നെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതും n എന്ന് പറയുന്ന സെറ്റിൽ ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. കാര്യം ഏത് രണ്ട് പോസിറ്റീവ് നമ്പർ 1 2 3 എക്സെട്ര എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ഏത് രണ്ട് പോസിറ്റീവ് നമ്പർ എടുത്ത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന ഔട്ട്പുട്ട് ഇതേ സെറ്റിലെ മെമ്പർ തന്നെയാണ്. സോ അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നാച്ചുറൽ നമ്പറിൻ്റെ ബൈനറി ഓപ്പറേഷനാണ്. ഇനി സബ്ട്രാക്ഷനും ഡിവിഷനും അത് ബൈനറി ഓപ്പറേഷൻ ആണോ? അല്ല. സബ്ട്രാക്ഷനും ബൈനറി ഓപ്പറേഷൻ അല്ല, ഡിവിഷനും ബൈനറി ഓപ്പറേഷൻ അല്ല. കാര്യം ഏത് രണ്ട് പോസിറ്റീവ് നമ്പർ എടുത്ത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന മെമ്പർ ഈ എന്നിൽ തന്നെ മെമ്പർ ആകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, ഒരു നിർബന്ധവും ഇല്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ രണ്ട് എലമെൻറ്റ് എടുക്കുന്നു 2, 3. നാച്ചുറൽ നമ്പറിൽ നിന്നും രണ്ട് പോസിറ്റീവ് നമ്പർ എടുക്കുന്നു 2, 3. ഇത് തമ്മിൽ ഞാനൊന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. 2 - 3. 2 - 3 എന്താണ് വരുന്നത്? -1 ആണ് വരുന്നത്. -1 എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറിൻ്റെ മെമ്പറാണോ? അല്ല. നാച്ചുറൽ നമ്പറിൽ പോസിറ്റീവ് നമ്പർ മാത്രമേ ഉള്ളൂ. സോ ഇത്തരത്തിൽ എന്നിലില്ലാത്ത ഒരു എലമെൻറ്റ് വരികയാണെങ്കിൽ ഏതെങ്കിലും രണ്ട് എലമെൻറ്റ് എടുത്ത് ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സെറ്റിലില്ലാത്ത സെറ്റിന് പുറത്തുള്ള ഒരു എലമെൻറ്റാണ് വരുന്നതെങ്കിൽ ആ ചെയ്ത ഓപ്പറേഷൻ ആ സെറ്റിൻ്റെ എന്തല്ല? ബൈനറി ഓപ്പറേഷൻ അല്ല. അന്നേരം -1 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് കിട്ടിയാൽ മതി. ഓക്കെ, അത് ആ ഓപ്പറേഷൻ ബൈനറി അല്ല. ഓക്കെ, അന്നേരം സെറ്റിന് പുറത്തുള്ള ഒരു എലമെൻറ്റാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ ബൈനറി ഓപ്പറേഷൻ അല്ല. ഇനി ഇതുപോലെ തന്നെയാണ് ഡിവിഷൻ്റെ കേസ് എടുത്താലും. ഡിവിഷനൊക്കെ ഒറ്റയടിക്ക് നമുക്ക് ചിന്തിക്കും തന്നെ അറിയാം. ഏതെങ്കിലും രണ്ട് എലമെൻറ്റ് എടുക്കുക 2, 3. ഓക്കെ, അങ്ങനെ അവയെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു 2/3. 2/3 എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറാണോ? അല്ല. ഓക്കെ, പോസിറ്റീവ് നമ്പേഴ്സ് ഓൺലിയാണ്. ഇതൊരു റാഷണൽ നമ്പറാണ് 2/3 എന്ന് പറയുന്നത്. സോ ഇത് നാച്ചുറൽ നമ്പർ അല്ല. അതുകൊണ്ട് ഡിവിഷൻ എന്ന് പറയുന്നത് എന്തല്ല? ബൈനറി ഓപ്പറേഷൻ അല്ല. ഏതിൻ്റെത്? നാച്ചുറൽ നമ്പറിൻ്റെ ബൈനറി ഓപ്പറേഷൻ അല്ല. ക്ലിയർ ആണല്ലോ? അടുത്തൊരു എക്സാമ്പിൾ, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിൻ്റെ കേസ് എടുക്കുന്നു. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിൽ പ്ലസ്, മൈനസ്, ഇൻറ്റു, ഓക്കെ, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതെല്ലാം ഇൻറ്റിജേഴ്സിൻ്റെ ബൈനറി കോമ്പോസിഷൻസ് ആണ്, അല്ലെങ്കിൽ ബൈനറി ഓപ്പറേഷൻസ് ആണ്. അതായത് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്ന കളക്ഷൻ നിങ്ങൾക്കറിയാം. സെറ്റ് ഓഫ് ഓൾ z is equal to നെഗറ്റീവ് നമ്പേഴ്സ് വരും, എക്സെട്ര -3, -2, -1, 0, 1, 2 എക്സെട്ര. ഓക്കെ, പോസിറ്റീവ് നമ്പേഴ്സ് വരും, അവയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെഗറ്റീവ് നമ്പേഴ്സ് വരും, 0 വരും. ഇതാണ് ഇൻറ്റിജേഴ്സ്. പ്ലസ് അഡിഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷനാണ് ഇൻറ്റിജറിൻ്റെ. കാര്യം ഇതിനകത്തുള്ള ഏത് രണ്ട് മെമ്പർ എടുത്ത് ആഡ് ചെയ്താലും കിട്ടുന്നത് എന്ത് തന്നെയാണ്? ഇൻറ്റിജർ തന്നെയാണ്. അത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അഡിഷൻ ഒരു ബൈനറി ഓപ്പറേഷനാണ്. ഇനി സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. കാര്യം ഇതിനകത്തുള്ള ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് ഇതിനകത്തുള്ള മെമ്പർ തന്നെയാണ്. നാച്ചുറൽ നമ്പർ പോലെയല്ല. കാര്യം നാച്ചുറൽ നമ്പറിനകത്ത് പോസിറ്റീവ് മാത്രമേ ഉള്ളായിരുന്നു കളക്ഷൻ. രണ്ട് നമ്പർ എടുത്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നെഗറ്റീവ് കൂടി വരാം. നെഗറ്റീവ് നാച്ചുറൽ നമ്പറിനകത്തില്ല. അതുകൊണ്ടാണ് നാച്ചുറൽ നമ്പറിൻ്റെ കേസിൽ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആകാത്തതിൻ്റെ കാര്യം. പക്ഷേ ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സും എല്ലാം വരുന്നത് കൊണ്ട്, 0യും എല്ലാം വരുന്നത് കൊണ്ട് ഈ കളക്ഷനിൽ ഏത് രണ്ട് നമ്പർ എടുത്ത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിനകത്തുള്ള മെമ്പറെ കിട്ടുകയുള്ളൂ. സോ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നത് ഇതിനകത്തുള്ള മെമ്പർ തന്നെയാണ്. സോ മൾട്ടിപ്ലിക്കേഷൻ ഒരു ബൈനറി ഓപ്പറേഷനാണ്. പക്ഷേ ഡിവിഷൻ ഒരു ബൈനറി കോമ്പോസിഷൻ അല്ല. തൊട്ട് മുമ്പത്തെ അതേ ഐഡിയ തന്നെയാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ട് മെമ്പർ എടുക്കുക. നിങ്ങൾ 1, 2 എന്ന് പറയുന്ന രണ്ട് മെമ്പർ ഞാൻ ഇസഡിൽ നിന്ന് എടുക്കുന്നു. അവയെന്ന് ഡിവൈഡ് ചെയ്യുക. 1/2 എന്ന് പറയുന്നത് ഇസഡിലെ മെമ്പറാണോ? അല്ല. സോ ഡിവിഷൻ എന്ന് പറയുന്നത് ഇസഡിൻ്റെ എന്തല്ല? ബൈനറി ഓപ്പറേഷൻ അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ക്യൂ, റാഷണൽ നമ്പേഴ്സിൻ്റെ കേസ് എടുക്കും. റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതെല്ലാം ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. ഓക്കെ, ഡിവിഷൻ പക്ഷേ ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. അത് ഒരു കൺഫ്യൂഷൻ വരാം. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താ കാര്യം എന്നുള്ളത്. അതായത് പ്ലസ്, മൈനസ്, ഇൻറ്റു ഇതെല്ലാം ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. കാര്യം ഏത് രണ്ട് റാഷണൽ നമ്പർ എടുത്ത് ആഡ് ചെയ്താലും കിട്ടുന്ന റാഷണൽ നമ്പർ തന്നെയാണ്. ഏത് രണ്ട് റാഷണൽ നമ്പർ എടുത്ത് സബ്ട്രാക്ട് ചെയ്താലും കിട്ടുന്ന റാഷണൽ നമ്പർ തന്നെയാണ്. ഏത് രണ്ട് റാഷണൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന റാഷണൽ നമ്പർ തന്നെയാണ്. സോ അതുകൊണ്ട് ഈ പറയപ്പെട്ട ഓപ്പറേഷൻസ് എല്ലാം റാഷണൽ നമ്പറിൻ്റെ ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. ഇനി ഡിവിഷൻ എന്തുകൊണ്ട് ബൈനറി ഓപ്പറേഷൻ അല്ല എന്നുള്ളത് പറയാം. ഓക്കെ, അതിന് എക്സാമ്പിളായിട്ട് ഞാൻ രണ്ട് റാഷണൽ നമ്പേഴ്സ് എടുക്കുന്നു. ഓക്കെ, 2 എന്ന് പറയുന്ന റാഷണൽ നമ്പർ എടുക്കുന്നു, 0 എന്ന് പറയുന്ന റാഷണൽ നമ്പർ എടുക്കുന്നു. ഓക്കെ, അതിന് മുമ്പ് റാഷണൽ നമ്പറിൻ്റെ ഡെഫിനിഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. P/Q ഫോമിലുള്ള നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ കണ്ടീഷൻ P എന്ന് പറയുന്നതും Q എന്ന് പറയുന്നതും ഇൻറ്റിജേഴ്സാണ്. അതുകൂടാതെ Q എന്ന് പറയുന്നത് ഒരു കാരണവശാലും 0 ആകാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. ഇത്തരത്തിലുള്ള കളക്ഷനാണ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഈ ഒരു റേഷ്യോ, ഓക്കെ, ഇൻറ്റിജേഴ്സിൻ്റെ റേഷ്യോ. അന്നേരം ഞാൻ രണ്ട് റാഷണൽ നമ്പേഴ്സ് എടുക്കുന്നു, 2, 0.
ഏതൊരു ഇൻറ്റിജർ എടുത്താലും അതൊരു റാഷണൽ നമ്പർ തന്നെയാണ്. കാര്യം എല്ലാ ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പറിൻ്റെ സബ്സെറ്റ് ആണല്ലോ. ഓക്കെ, അതുകൊണ്ട് ഇൻറ്റിജേഴ്സ് എല്ലാം റാഷണൽ നമ്പേഴ്സ് തന്നെയാണ്. 2 ഒരു റാഷണൽ നമ്പറാണ്, കാര്യം 2നെ 2/1 എന്ന് എഴുതാം. 0 ഒരു റാഷണൽ നമ്പറാണ്, 0/0 നോൺ സീറോ നമ്പർ എന്ന് എക്സ്പ്രസ് ചെയ്യും. 0/1 എന്നോ 0/2 എന്നോ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അന്നേരം ഇതൊരു റാഷണൽ നമ്പറാണ്. 0/1 ഇതൊരു റാഷണൽ നമ്പറാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ ഡിവിഷൻ, ഓക്കെ, 2 ഒരു റാഷണൽ നമ്പറാണെന്ന് മനസ്സിലായി, 0 ഒരു റാഷണൽ നമ്പറാണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ ഡിവിഷൻ എന്താ വരും? 2/0 എന്ന് വരും. 2/0 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണോ എന്നുള്ളത് ചിന്തിച്ചാൽ മതി. റാഷണൽ നമ്പർ അല്ല. കാര്യം ഡെഫിനിഷനിൽ ഞാൻ പറഞ്ഞു P/Q ഫോമിലുള്ള നമ്പേഴ്സാണ്. അതിൽ പിയും ക്യൂവും ഇൻറ്റിജേഴ്സാണ്. അതുകൂടാതെ ക്യൂ എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല എന്നുള്ളതാണ് കണ്ടീഷൻ. അതായത് 2/0 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ ആണോ? അല്ല. കാര്യം ഡിനോമിനേറ്റർ എന്ത് വന്നു? 0 വന്നു. അതായത് ഇത് ഡിഫൈൻഡ് അല്ല. 2/0 ഡിഫൈൻഡ് അല്ല. ദാറ്റ് മീൻസ് 2/0 എന്ന് പറയുന്നത് എവിടുത്തെ മെമ്പർ അല്ല? ക്യൂവിലെ മെമ്പർ അല്ല. ഓക്കെ, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഫെയിലായി കഴിഞ്ഞാൽ ആ സെറ്റിൽ ആ ഓപ്പറേഷൻ ബൈനറി അല്ല. സോ ഡിവിഷൻ്റെ കേസിൽ നമുക്കൊരു എക്സാമ്പിൾ കിട്ടി. ക്യൂവിലില്ലാത്തൊരു മെമ്പർ ഉണ്ട് എന്ന് കിട്ടി. ക്യൂവിലുള്ള 2 മെമ്പർ എടുത്തു, പക്ഷേ അവയെ ഡിവൈഡ് ചെയ്തപ്പോൾ ക്യൂവിലില്ലാത്ത മെമ്പറാണെന്ന് മനസ്സിലായി. സോ അതുകൊണ്ട് ഡിവിഷൻ എന്ന് പറയുന്നത് എന്തല്ല? ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ അല്ല. ഓക്കെ, സെയിം റീസൺ ആണ് അടുത്ത R എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സിൻ്റെ കേസിലും. ക്യൂവിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അത് പ്ലസ് മൈനസ് ഇൻറ്റു ഇതെല്ലാം ബൈനറി ഓപ്പറേഷൻസാണ്. ഏത് 2 റിയൽ നമ്പർ എടുത്ത് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും റിയൽ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഏത് 2 റിയൽ നമ്പർ എടുത്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും അത് റിയൽ നമ്പർ തന്നെ ആകണമെന്നില്ല. ഈ തൊട്ട് മുമ്പ് പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ എടുക്കാം. 2,0. ഓക്കെ, 2,0 2 ഒരു റിയൽ നമ്പറാണ്. ഓക്കെ, 0 ഒരു റിയൽ നമ്പറാണ്. പക്ഷേ 2/0 ഡിഫൈൻഡ് ആണോ? ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് അത് എവിടുത്തെ മെമ്പറല്ല? ആറിലെ മെമ്പർ അല്ല. സോ ഡിവിഷൻ എന്ന് പറയുന്നത് എന്തല്ല? റിയൽ നമ്പറിൻ്റെ കേസിൽ എന്തല്ല? ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ Q സ്റ്റാർ. Q സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് Q-0. അത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പറിൽ നിന്നും 0യെ ഒഴിവാക്കുന്നു. ഓക്കെ, അത് നോൺ സീറോ റാഷണൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ, 0 ഇല്ലാത്ത റാഷണൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ. ഓക്കെ, അതാണ് Q സ്റ്റാർ എന്ന് പറയുന്നത്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതും ഡിവിഷൻ എന്ന് പറയുന്നതും ബൈനറി ഓപ്പറേഷനാണ്. ഓക്കെ, 0 അല്ലാത്ത ഏത് 2 റാഷണൽ നമ്പർ എടുത്ത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നത് റാഷണൽ നമ്പർ തന്നെയാണ്. 0 അല്ലാത്ത ഏത് 2 റാഷണൽ നമ്പർ എടുത്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് റാഷണൽ നമ്പർ തന്നെയാണ്. തൊട്ട് മുമ്പ് നമ്മൾ ക്യൂവിൻ്റെ കേസ് പറഞ്ഞായിരുന്നു. ക്യൂവിൻ്റെ കേസിൽ ഡിവിഷൻ ബൈനറി ഓപ്പറേഷൻ ആയിരുന്നില്ല. ഓക്കെ, ബൈനറി ഓപ്പറേഷൻ ആകാത്തതിൻ്റെ കാര്യം 0 എന്ന് പറയുന്നത്, ഓക്കെ, 0 എന്ന് പറയുന്നത് റാഷണൽ നമ്പറുടെ ഒരു മെമ്പർ ആയതുകൊണ്ടാണ് അത്തരത്തിൽ അവിടെ ഡിവിഷൻ ബൈനറി ഓപ്പറേഷൻ ആകാത്തതിൻ്റെ റീസൺ. ഓക്കെ, 0 എന്ന് പറയുന്നത് റാഷണൽ നമ്പറിലെ മെമ്പർ ആയതുകൊണ്ടാണ് ഡിവിഷൻ എന്ന് പറയുന്നത് ബൈനറി കോമ്പോസിഷൻ ആവാതിൻ്റെ കാര്യം 2/0 ഡിഫൈൻഡ് അല്ല. പക്ഷേ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൽ 0യെ നമ്മളങ്ങ് ഒഴിവാക്കി. Q സ്റ്റാർ. ഓക്കെ, ആ Q സ്റ്റാറിൽ 0 ഇല്ല. 0 ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറെ ഏത് 2 എലമെൻറ്റ് റാഷണൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അവയെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്ത് തന്നെയാണ്? ഒരു Q സ്റ്റാറിലെ മെമ്പർ തന്നെയാണ്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ക്യൂവിൻ്റെ കേസിൽ 0 ഉണ്ട്, അതുകൊണ്ടാണ് ഡിവിഷൻ പോസിബിൾ ആവാത്തത്. Q സ്റ്റാറിൽ 0 ഇല്ല. 0 അല്ലാത്ത ഏത് 2 നമ്പർ എടുത്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന മെമ്പർ Q സ്റ്റാറിലെ മെമ്പർ തന്നെയായിരിക്കും. സോ ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? ബൈനറി ഓപ്പറേഷനാണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ പ്ലസും മൈനസും ബൈനറി ഓപ്പറേഷൻ അല്ല. അതെന്താ കാര്യം? ഞാൻ Q സ്റ്റാറിൽ നിന്ന് 2 എലമെൻറ്റ് എടുക്കുന്നു. 2 - 2 2 എലമെൻറ്റ്. ഇവയെ ഞാനൊന്ന് ആഡ് ചെയ്യുവാണ്. 2ഉം -2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തോ വരും? 0 എന്നാണ് വരുന്നത്. 0 Q സ്റ്റാറിലെ മെമ്പറാണോ? അല്ല, Q സ്റ്റാറിൽ 0 ഒഴികെയുള്ള മെമ്പറാണ്. ഓക്കെ, 0 ഒഴികെയുള്ള നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്. അന്നേരം 0 എന്ന് വന്നു. 0 Q സ്റ്റാറിലെ മെമ്പർ അല്ല. അതുകൊണ്ട് അഡിഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ അല്ല. ഇനി സബ്ട്രാക്ഷൻ്റെ കേസ് എടുത്ത് നോക്കുക. സെയിം 2 എലമെൻറ്റ് എടുക്കുന്നു. 2 2. ഓക്കെ, അവ തമ്മിൽ ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നു. 2 - 2 എന്താണ്? 0 വരുന്നത്. 0 മെമ്പറാണോ Q സ്റ്റാറിലെ? Q സ്റ്റാറിലെ മെമ്പർ അല്ല. അതുകൊണ്ട് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് Q സ്റ്റാറിൻ്റെ എന്തല്ല? ബൈനറി ഓപ്പറേഷൻ അല്ല. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സിൻ്റെ കേസ് ഞാൻ എടുക്കുന്നു. ഇത് വെക്റ്റേഴ്സിൻ്റെ ഒരു കളക്ഷനാണെന്ന് വിചാരിക്കുക. കംപ്ലീറ്റ് വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ അതിനകത്ത് വരുന്നത്. ഓക്കെ, വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ A1, A2, A3 ഇങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ഉണ്ട്. വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ മാത്രമാണ്. വെക്റ്റേഴ്സിൽ നമ്മൾ പ്രധാനമായിട്ട് 2 ഓപ്പറേഷൻ ഇവിടെ പറയുന്നു. ഒന്ന് ക്രോസ് പ്രോഡക്റ്റും മറ്റൊന്ന് ഡോട്ട് പ്രോഡക്റ്റും. അതിൽ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന വെക്റ്റേഴ്സിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആണോ എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. ക്രോസ് പ്രോഡക്റ്റ് ഈ സെറ്റിൻ്റെ, വെക്റ്റർ എന്ന് പറയുന്ന സെറ്റിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആകണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റിനകത്തുനിന്ന് ഏത് 2 വെക്റ്റർ എടുത്ത് ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് ഈ സെറ്റിനകത്ത് തന്നെയുള്ള വെക്റ്റർ ആയിരിക്കണം. ഈ സെറ്റിനകത്തെന്ന് വെച്ചാൽ വെക്റ്റേഴ്സിൻ്റെ കളക്ഷനായത്.
സോ രണ്ട് വെക്ടേഴ്സ് എടുത്ത് ക്രോസ് പ്രോഡക്റ്റ് ചെയ്താൽ കിട്ടുന്നത് വെക്ടർ തന്നെയാണോ എന്ന് നോക്കിയാൽ മതി. വെക്ടർ തന്നെയാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷനാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ക്രോസ് പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുള്ളതാണ്. ഏത് രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു വെക്ടർ തന്നെയായിരിക്കും. ഓക്കെ, ഏത് രണ്ട് വെക്ടറിൻ്റെയും ക്രോസ് പ്രോഡക്റ്റ് വെക്ടർ തന്നെയാണ്. സോ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വെക്ടറിൻ്റെ സെറ്റിലെ ഒരു ബൈനറി ഓപ്പറേഷനാണ്. ഇത് അതുപോലെ തന്നെ ഡോട്ട് പ്രോഡക്റ്റ് ഒരു ബൈനറി ഓപ്പറേഷനാണോ? ഏത് രണ്ട് വെക്ടേഴ്സ് എടുത്ത് നിങ്ങൾ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് ഒരു വെക്ടറാണോ? അല്ല. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എല്ലായ്പ്പോഴും സ്കെയിലാർ ആയിരിക്കും, റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, രണ്ട് വെക്ടേഴ്സിന് ഡോട്ട് പ്രോഡക്റ്റ് എല്ലായ്പ്പോഴും റിയൽ നമ്പറാണ് കിട്ടുന്നത്, വെക്ടർ അല്ല. അതായത് ഇതിനകത്തുള്ള ഏത് രണ്ട് വെക്ടർ എടുത്ത് നിങ്ങൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും കിട്ടുന്നത് ഇതിനകത്തുള്ള മെമ്പറല്ല, പുറത്തുള്ള ഒരു സ്കെയിലാറാണ്, ഒരു റിയൽ നമ്പറാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വെക്ടേഴ്സിൻ്റെ കളക്ഷനിൽ എന്തല്ല, ബൈനറി ഓപ്പറേഷൻ അല്ല. ഓക്കെ, ഇതാണ് എഴുതിയിരിക്കുന്ന സാധനം. ഓക്കെ, നെക്സ്റ്റ് വൺ, ലെറ്റ് എം ഓഫ് ആർ ബി ദ സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ്. ഈ നൊട്ടേഷനൊക്കെ പ്രാധാന്യമുണ്ട് കേട്ടോ. എം ഓഫ് ആർ എന്ന് പറഞ്ഞാൽ മെട്രിസസിൻ്റെ കളക്ഷൻ എന്ന് മാത്രമാണ്. അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. ഓക്കെ, ഓർഡർ എടുത്തു പറയുന്നില്ല. ഈ മെട്രിക്സിൻ്റെ നൊട്ടേഷനിൽ തന്നെ ഈ 3 കാറ്റഗറി നിങ്ങളൊന്ന് തരംതിരിച്ചറിഞ്ഞിരിക്കണം. എം ഓഫ് ആർ എന്ന് പറഞ്ഞാൽ മെട്രിസസിൻ്റെ കളക്ഷൻ എന്നുള്ളത്. എം മീൻസ് മെട്രിസസ് എന്നുള്ള മീനിങ്ങാണ്. ആർ എന്ന് പറയുന്നത് ആ മെട്രിസസിനകത്ത് എഴുതുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, അത് റിയൽ നമ്പേഴ്സാണ് എന്നുള്ളത് മീൻ ചെയ്യുന്നതാണ് ആർ എന്ന് പറയുന്നത്. അന്നേരം ഇത് മെട്രിസസിൻ്റെ കളക്ഷൻ എന്ന് മാത്രമാണ്. അത് ഡിഫറൻറ്റ് ഓർഡർ മെട്രിക്സ് ഉണ്ടാകാം. ഓക്കെ, 2/3 മെട്രിക്സ് ഉണ്ടാകാം, 3/3 ഉണ്ടാകാം, 4/2 ഉണ്ടാകാം, 5/1 ഉണ്ടാകാം. അങ്ങനെ പല ഓർഡറിലുള്ള മെട്രിസസിൻ്റെ കളക്ഷൻ ആണ് എം ഓഫ് ആർ. ഇനി ഇത്തരത്തിൽ വരാം, m/n ഓഫ് ആർ എന്ന് വരാം. അത് ഓർഡർ സ്പെസിഫൈ ചെയ്ത് പറയും. m/n മെട്രിസസിൻ്റെ കളക്ഷൻ. ഫോർ എക്സാമ്പിൾ, എമ്മിന് 2ഉം എന്നിന് ഞാൻ 3യും കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ m 3/2 ഓഫ് ആർ എന്ന് പറഞ്ഞാൽ 3/2 മെട്രിസസിൻ്റെ മാത്രം കളക്ഷൻ. ഓക്കെ, m 4ഉം n 5 എന്നാണ് കൊടുത്തില്ലെങ്കിൽ 4/5 മെട്രിസസിൻ്റെ കളക്ഷൻ മാത്രം. അതാണ് m/n ഓഫ് ആർ എന്ന് പറയുന്നത്. അതിനകത്തുള്ള മെട്രിസസിനകത്തുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇനി ഇത്തരത്തിൽ കൊടുക്കുക, m/n ഓഫ് ആർ ഒറ്റ ഒരു നമ്പർ മാത്രമേ കാണത്തുള്ളൂ, n എന്നുള്ളത് മാത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം സ്ക്വയർ മെട്രിസസ് ആണ് n/n. ഓക്കെ, അല്ലെങ്കിൽ ഓർഡർ n ആയിട്ടുള്ള മെട്രിസസിൻ്റെ കളക്ഷൻ. ഫോർ എക്സാമ്പിൾ, എന്നിന് ഞാൻ 3 കൊടുക്കുന്നു, അല്ലെങ്കിൽ m3 ഓഫ് ആർ എന്ന് വരും. m3 ഓഫ് ആർ എന്ന് പറഞ്ഞാൽ 3/3 മെട്രിസസിൻ്റെ കളക്ഷൻ മാത്രം. ഓക്കെ, ഈ m5 ഓഫ് ആർ എന്ന് പറഞ്ഞാൽ 5/5 മെട്രിസസിൻ്റെ മാത്രം കളക്ഷൻ. ഇതാണ് ഇതിൻ്റെ മീനിങ്. ഈ ഡിഫറൻസുകൾ മനസ്സിലാക്കിക്കോണം, നൊട്ടേഷൻ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എം ഓഫ് ആർ എന്ന് പറയുന്ന സെറ്റാണ്. എം ഓഫ് ആർ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ മെട്രിസസിൻ്റെ കളക്ഷൻ. പ്രത്യേകിച്ച് ഓർഡറിന് പ്രസക്തിയില്ല. ഓക്കെ, ഏത് ഓർഡറിലുള്ള മെട്രിക്സ് ഇതിനകത്തുണ്ടാകാം. ഇത്തരത്തിലുള്ള കേസിൽ ദ യൂഷ്വൽ മെട്രിക്സ് അഡീഷൻ പ്ലസ് മെട്രിക്സിൻ്റെ അഡീഷൻ അറിയാമല്ലോ. ഓക്കെ, അത് ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. ഓക്കെ, കാര്യം എന്താണ് ബൈനറി ഓപ്പറേഷൻ അല്ലെന്ന് പറയാൻ കാര്യം? അതായത് ഏത് രണ്ട് മെട്രിക്സസ് എടുത്ത് ആഡ് ചെയ്ത് ഏത് രണ്ട് മെട്രിക്സസിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? അത് ചിന്തിച്ചാൽ മതി. ആഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം രണ്ട് മെട്രിക്സസിനെ ആഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ രണ്ട് മെട്രിക്സസിൻ്റെയും ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെ ഓർഡർ സെയിം ആയി കഴിഞ്ഞാൽ അവയുടെ അഡിഷൻ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് കമ്പോണൻസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് മെട്രിക്സ് അഡിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇവിടെ മെട്രിസസിൻ്റെ കളക്ഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എം ഓഫ് ആർ എന്ന് പറയുന്നത് അതിനകത്ത് ഡിഫറൻറ്റ് ഓർഡറിലുള്ള മെട്രിസസ് ഉണ്ടാകാം. രണ്ട് വ്യത്യസ്ത ഓർഡറിലുള്ള മെട്രിക്സിനെ ആഡ് ചെയ്യാൻ പറ്റുമോ? ആഡ് ചെയ്യാൻ പറ്റില്ല. സെയിം ഓർഡറിലുള്ള മെട്രിക്സിനെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എം ഓഫ് ആർ എന്ന് പറയുന്ന സെറ്റിൽ അഡിഷൻ എന്ന് പറയുന്നത്, മെട്രിക്സ് അഡിഷൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും സാധ്യമല്ല, ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് മെട്രിക്സ് അഡിഷൻ എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട സെറ്റിൽ എന്തല്ല? ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വൺ, ലെറ്റ് എം ബി ദ set of all m/n matrices with real entries. Then the operation addition and subtraction of matrices are binary operations. അന്നേരം ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എം എന്ന് പറയുന്ന ഒരു m/n മെട്രിസസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത് ഓർഡർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് m/n ഓഫ് ആർ. ഇതാണ് കളക്ഷൻ. ഓക്കെ, m/n മെട്രിസസിൻ്റെ കളക്ഷനാണ്. എമ്മിനും എന്നും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കാം. ഇപ്പോൾ m2 ആണ്, അതുപോലെ തന്നെ n 4 ആണെന്ന് വിചാരിക്കും. അങ്ങനെ 2/4 മെട്രിസസിൻ്റെ കളക്ഷൻ മാത്രം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് m/n മെട്രിസസിൻ്റെ കളക്ഷൻ. m റോസും n കോളംസും ഉള്ള മെട്രിസസിൻ്റെ കളക്ഷൻ. അത് എല്ലാ മെട്രിസസും ഒരേ ഓർഡറിലുള്ളതാണ്. ഒരേ ഓർഡറിലുള്ള മെട്രിസസ് ആണെങ്കിൽ മെട്രിസസിൻ്റെ അഡിഷനും പോസിബിളാണ്, അതുപോലെ തന്നെ സബ്ട്രാക്ഷനും പോസിബിളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതായത് ഈ മെട്രിസസിനകത്തുള്ള ഏത് രണ്ട് മെട്രിസസ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും സബ്ട്രാക്ട് ചെയ്താലും കിട്ടുന്നത് ഇതേ
സെറ്റിലെ മെമ്പർ തന്നെയാണ്. സോ അതുകൊണ്ട് ഈ കേസിൽ അഡിഷൻ എന്ന് പറയുന്നതും സബ്ട്രാക്ഷൻ എന്ന് പറയുന്നതും മെട്രിസസിൻ്റെ ഈ പറയപ്പെട്ട കേസിൽ എന്താണ്, ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു സെറ്റ് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ n/n സ്ക്വയർ മെട്രിസസ് mn(r). ഇത് ഞാനിപ്പോൾ പറഞ്ഞു, mn(r) എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിസസിൻ്റെ കളക്ഷൻ. ഓക്കെ, സ്ക്വയർ n/n മെട്രിസസ് മാത്രമുള്ള കളക്ഷൻ. ഓക്കെ, എന്നിന് ഇപ്പോൾ 3 കൊടുക്കുകയാണെങ്കിൽ 3/3 മെട്രിസസിൻ്റെ മാത്രം കളക്ഷൻ. ഓക്കെ, 3/3 മെട്രിക്സിന് ഏതൊക്കെ 3/3 മെട്രിക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള എല്ലാ കളക്ഷൻസും, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാകാം. ഓക്കെ, അത്തരത്തിലുള്ള കളക്ഷനിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷനാണ്. കാര്യം സെയിം ഓർഡറിലുള്ള, സെയിം ഓർഡർ എന്നല്ല, സെയിം ഓർഡറിൽ ഡിഫൈൻഡ് ആവത്തില്ല, സ്ക്വയർ മെട്രിസസ് ഏത് രണ്ട് ഇതിനാണല്ലോ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും തുല്യമായിട്ടുള്ള മെട്രിക്സ്. ഓക്കെ, ഏത് രണ്ട് സ്ക്വയർ മെട്രിക്സസ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് അതേ ഓർഡറിലുള്ള മെട്രിക്സ് തന്നെയായിരിക്കും. ഓക്കെ, mn(r) എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സസാണ്. ഓക്കെ, റോയും കോളവും തുല്യമാണ്. n/n മെട്രിക്സസ് എന്നാണ് മീനിങ്. ഇപ്പോൾ 3 ആണെങ്കിൽ 3/3, 4 ആണെങ്കിൽ 4/4 എന്നുള്ള മീനിങ്. ഓക്കെ, അന്നേരം അത്തരത്തിലുള്ള റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും തുല്യമായ അല്ലെങ്കിൽ ഏത് രണ്ട് സ്ക്വയർ മെട്രിക്സസ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നത് ഒരു സ്ക്വയർ മെട്രിക്സസ് തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ പറയപ്പെട്ട മെട്രിക്സിൻ്റെ കേസിൽ, സ്ക്വയർ മെട്രിക്സസിൻ്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അടുത്തൊരു സെറ്റ് ലെറ്റ് യു ഇസ് ഈക്വൽ ടു, യു എന്ന് പറയുന്ന സെറ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സെറ്റ് ഓഫ് ഓൾ Z ബിലോങ്സ് ടു C, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്, മോഡ് Z 1 ആയിരിക്കും. ഓക്കെ, മോഡ് Z 1 ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കളക്ഷൻ, അല്ലെങ്കിൽ ഒരു മോഡ് Z = 1 എന്ന് വെച്ചാൽ സെൻറ്റർ ഒറിജിനും റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിളാണ്. ആ സർക്കിളിലെ പോയിൻറ്റുകളെന്ന് അർത്ഥം. ഓക്കെ, അതൊക്കെ ഓൾറെഡി ഈ സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, ഈ സെറ്റിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷനാണ്. അതിൽ മൾട്ടിപ്ലിക്കേഷൻ ബൈനറി ഓപ്പറേഷൻ ആകണമെങ്കിൽ സെറ്റിൻ്റെ പ്രത്യേകത ആദ്യം മനസ്സിലാക്കണം. അതായത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, എന്നാൽ Z എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഈ യുവിലെ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഡുലസ് വാല്യൂ 1 ആയിരിക്കണം. ഇത്തരത്തിലാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അന്നേരം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആകണമെന്നുണ്ടെങ്കിൽ യുയിൽ നിന്നും ഏത് രണ്ട് മെമ്പർ എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ Z1 എന്നും Z2 എന്നും രണ്ട് എലമെൻറ്റ് ഞാൻ എടുക്കുന്നു യുയിൽ നിന്നും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവയുടെ പ്രോഡക്റ്റ് Z1 × Z2 എന്ന് പറയുന്നത് യുയിലുണ്ടാകണം എന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ, അത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അതാണ് ഈ സെറ്റിൻ്റെ പ്രത്യേകത വെച്ചിട്ട് വേണം നമ്മൾ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മെമ്പർ, ഓക്കെ, അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് ഈ യുവിലെ മെമ്പർ ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഡുലസ് വാല്യൂ 1 ആകണം. ഇത്രയും നോക്കിയാൽ മതി. ഓക്കെ, അന്നേരം Z1 Z2 എന്ന് പറയുന്ന ഏത് രണ്ട് എലമെൻറ്റ് യുവിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഇവയുടെ പ്രോഡക്റ്റ് Z1 Z2, ഓക്കെ, ഇത് യുവിലെ മെമ്പർ ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, യുവിലെ മെമ്പർ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ബൈനറി ആണ്. ഓക്കെ, അന്നേരം Z1 Z2 എന്ന് പറയുന്ന യുവിലെ മെമ്പർ ആകണമെന്നുണ്ടെങ്കിൽ ഇവയുടെ മോഡുലസ് വാല്യൂ എന്തോ ആയിരിക്കണം, 1 ആയിരിക്കണം. അതാണല്ലോ സെറ്റിൻ്റെ പ്രത്യേകത. ഒരു മെമ്പർ യുവിലുണ്ടാകണമെന്നുണ്ടെങ്കിൽ അവയുടെ മോഡുലസ് 1 ആയിരിക്കണം. അന്നേരം Z1 Z2 എന്ന് പറയുന്ന മെമ്പർ യുവിലുണ്ടാകണമെന്നുണ്ടെങ്കിൽ അവയുടെ മോഡുലസ് 1 ആണോ നോക്കിയാൽ മതി. മോഡുലസ് 1 ആണെങ്കിൽ ആ പ്രോഡക്റ്റ് എവിടെയുണ്ട്, യുവിലുണ്ട്. ഓക്കെ, അതായത് നമുക്ക് അത് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിനാണ് നമ്മൾ രണ്ട് എലമെൻറ്റ് എടുക്കുന്നു, Z1 Z2. യുവിൽ നിന്ന് രണ്ട് എലമെൻറ്റ് എടുക്കുന്നു, Z1 Z2. Z1 യുവിലെ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ പ്രകാരം അതിൻ്റെ മോഡുലസ് വാല്യൂ 1 ആയിരിക്കും. Z2 യുവിലെ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ പ്രകാരം അതിൻ്റെ മോഡുലസും 1 ആയിരിക്കും. ഓക്കെ, നമുക്ക് തെളിയിക്കാനുള്ളത് Z1 Z2 എന്ന് പറയുന്ന പ്രോഡക്റ്റ് യുയിലുണ്ട് എന്നാണ് തെളിയിക്കാനുള്ളത്. എന്നിട്ട് ഈ പ്രോഡക്റ്റ് യുയിലുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോഡുലസ് എന്താവണം, 1 ആയിരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. വി നോ ദാറ്റ് മോഡ് Z1 Z2 കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. മോഡ് Z1 Z2 നമുക്ക് എങ്ങനെ എഴുതാം, മോഡ് Z1 × മോഡ് Z2 എന്ന് എഴുതാം. മോഡ് Z1 മോഡ് Z2 എന്താണ്, 1 ആണ്. സോ 1 × 1 = 1 എന്ന് കിട്ടി. അതായത് മോഡ് Z1 Z2 Z1 × Z2 എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ മോഡുലസ് 1 എന്ന് കിട്ടി. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് 1 ആണെങ്കിൽ ആ കോംപ്ലക്സ് നമ്പർ മസ്റ്റായിട്ട് എവിടുത്തെ മെമ്പർ ആയിരിക്കും, യുവിലെ മെമ്പർ ആയിരിക്കും. സോ ഏത് രണ്ട് നമ്പർ എടുത്തു കഴിഞ്ഞാൽ യുവിൽ നിന്ന് ഏത് രണ്ട് മെമ്പർ എടുത്താലും അവയുടെ പ്രോഡക്റ്റ് എവിടെ തന്നെ ഉണ്ടായിരിക്കും, യുവിൽ തന്നെ ഉണ്ടായിരിക്കും. സോ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് യുവിൻ്റെ ബൈനറി ഓപ്പറേഷനാണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ ആൻഡ് ലാസ്റ്റ് എക്സാമ്പിൾ, let un is equal to set of all Z belongs to C such that Z raised to n = 1, nth roots of unity. ഓക്കെ, അന്നേരം nth roots of unity എന്ന് പറയുന്നത് സെറ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കണം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷനാണ്. ചെക്ക് ചെയ്ത് നോക്കാം. അന്നേരം യുവിൻ്റെ പ്രത്യേകം നോക്കണം. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്. എന്താണ് പ്രത്യേക, ആ കോംപ്ലക്സ് നമ്പർ nth പവർ 1 ആയിരിക്കും.
ഓക്കെ, അത്തരത്തിലുള്ള കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കളക്ഷൻ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ അതും പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ബൈനറി ഓപ്പറേഷൻ ആണെന്ന് തെളിയിക്കണം. അന്നേരം ഞാൻ ഇതിൽ നിന്ന് 2 എലമെൻറ്റ് എടുക്കുന്നു, Z1 Z2. ഓക്കെ, ഈ Z1 Z2 എന്ന് പറയുന്ന 2 എലമെൻറ്റ് നമ്മളെടുത്ത് ഏത് 2 എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഇവയുടെ പ്രോഡക്റ്റ് ഈ UN-ലുണ്ടെന്ന് തെളിയിക്കണം. അന്നേരം പ്രോഡക്റ്റ് UN-ലുണ്ടെന്ന് തെളിയിക്കാനായിട്ട് നമ്മൾ ഇത്രയും ചെയ്താൽ മതി. അതായത് ഒരു എലമെൻറ്റ് UN-ലെ മെമ്പർ ആണെങ്കിൽ ആ എലമെൻറ്റിൻ്റെ nth പവർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, Z1 UN-ലെ മെമ്പർ ആണെങ്കിൽ Z1 റേസ് ടു n 1 ആയിരിക്കും. Z2 UN-ലെ മെമ്പർ ആണെങ്കിൽ Z2 റേസ് ടു n 1 ആയിരിക്കും. ഇതാണ് മീനിങ്. അന്നേരം Z1 Z2 എന്ന് പറയുന്ന ഈ ഒരു മെമ്പർ UN-ലെ മെമ്പർ ആകണമെന്നുണ്ടെങ്കിൽ Z1 Z2ൻ്റെ nth പവർ Z1 Z2 റേസ് ടു n എന്ന് പറയുന്നത് എന്താവണം? 1 ആകണം. ഇങ്ങനെ 1 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വാണ്ടിറ്റി Z1 Z2 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് മസ്റ്റായിട്ടും ഇവിടെ ഉണ്ടായിരിക്കും, UN-ലുണ്ടായിരിക്കും. ഓക്കെ, അതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. 2 എലമെൻറ്റ് എടുക്കുന്നു, Z1 Z2 ബിലോങ്സ് ടു UN. Z1 UN-ലെ മെമ്പർ ആണെങ്കിൽ Z1 റേസ് ടു n 1 ആയിരിക്കും. Z2 UN-ലെ മെമ്പർ ആണെങ്കിൽ Z2 റേസ് ടു n 1 ആയിരിക്കും. നമുക്ക് തെളിയിക്കാനുള്ളത് Z1 Z2 എന്ന് പറയുന്ന പ്രോഡക്റ്റ് UN-ലുണ്ടോ എന്നാണ് തെളിയിക്കാനുള്ളത്. അതിൽ അവയുടെ റേസ് ടു n 1 കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. അതായത് Z1 Z2 റേസ് ടു n കാൽക്കുലേറ്റ് ചെയ്യുന്നു. AB ദ ഹോൾ റേസ് ടു n, A റേസ് ടു n ഇൻറ്റു B റേസ് ടു n എന്ന് എഴുതാം. സോ ഇവിടെ Z1 റേസ് ടു n ഇൻറ്റു Z2 റേസ് ടു n എന്ന് എഴുതി. Z1 റേസ് ടു n 1 ആണ്, Z2 റേസ് ടു n 1 ആണ്. സോ 1 ഇൻറ്റു 1 ഈക്വൽ ടു 1 എന്ന് കിട്ടി. സോ Z1 Z2ൻ്റെ പവർ nth പവർ 1 എന്ന് കിട്ടി. അതായത് Z1 Z2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെമ്പറാണ്, UN-ലെ മെമ്പറാണ്. സോ UN-ലെ ഏത് 2 മെമ്പർ എടുത്ത് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും അത് ഇവിടുത്തെ തന്നെ മെമ്പർ ആയിരിക്കും, UN-ലെ തന്നെ മെമ്പർ ആയിരിക്കും. സോ UN എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ് അണ്ടർ ദി ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് UN-ൻ്റെ ബൈനറി ഓപ്പറേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? അന്നേരം 10 എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ബൈനറി ഓപ്പറേഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.